ഹലോ ഗൈസ്, എൻ്റെ ഈ മുഖത്ത് കാണുന്ന സന്തോഷം ഉണ്ടല്ലോ വേറൊന്നല്ല കേട്ടോ, സ്വന്തമായി ടോപ്പ് അടിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ്. കാര്യം സ്റ്റിച്ചിങ് ഒക്കെ അറിയാന്ന് വെച്ചാലും മറ്റുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നല്ലാണ്ട് സ്വന്തമായിട്ട് വല്ലപ്പോഴാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിടാറുള്ളത്. മെറ്റീരിയൽസ് ഇല്ലാണ്ടൊന്നല്ല കേട്ടോ, അടിക്കാൻ ഭയങ്കര മടിയാണ്. ഈ തിരക്ക് പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതേ ഇന്നൊരു കല്യാണം ഉണ്ട്, അതായത് റിസപ്ഷൻ. അപ്പൊ കാലത്തിരുന്നിട്ടാണ് കേട്ടോ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. തുണിക്കടയിൽ നിന്നേ ബാക്കി വന്ന കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ, ഭംഗിയുള്ളത്. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഈ ഒരു പീസ്. പിന്നെ ഈ ഒരു നെറ്റിന്റെ പീസേ നേച്ചർ വേസ്റ്റ് വരെ വെച്ച് അടിക്കാന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ അത് ഭംഗി ഉണ്ടാവില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞ്. ടോപ്പിന് ഫ്രണ്ടിൽ ഫുള്ളും എംബ്രോയിഡറി വർക്ക് ഉള്ള ഒരു പീസാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഫുൾ പ്ലെയിനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. എനിക്കാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നെങ്കിലേ ഓരോ പാർട്സും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേ കണ്ണാടയുടെ മുന്നിൽ നിന്ന് ഭംഗി നോക്കൂട്ടോ. ഇതിന്റെ ലൈനിങ്ങിന്റെ നെക്ക് വന്ന് സ്ക്വയറും നെറ്റിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സ്ലീവിന് വന്നിട്ട് പഫ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പോലെ പൊന്തി നിൽക്കണ പഫല്ലേ. ബോട്ടം വന്നിട്ട് പ്ലെയിൻ ബോട്ടാണ്, സാധാ ബോട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ബാക്കി വന്ന പ്ലെയിൻ നെറ്റ് തുണി കൊണ്ട് ഷോളാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഷോളിന്റെ അടിവശത്ത് രണ്ട് ഭാഗത്തും നെറ്റിന്റെ പീസും പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോളിന്റെ രണ്ട് സൈഡിലും 1 ഇഞ്ച് വീതിയിൽ പട്ട പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കേസ് കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു അടിപൊളി ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ടിടുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട?